കോപ്പ ഡെൽ റേ റൗണ്ട് ഓഫ് 16 ബാസയിൽ വിട്ടാൻ വേണ്ടി പോകുന്നത് റയൽ ബെറ്റിസിനെതിരെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാസക്ക് ഒരു പ്രോപ്പർ റെസ്റ്റോ കാര്യങ്ങളോ ഇവിടെ ലഭിക്കുന്നില്ല എന്നതാണ്. അതായത് സൂപ്പർ കപ്പ് കഴിഞ്ഞ് 3-ാം ദിവസമാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. അപ്പോൾ പ്രോപ്പർ റെസ്റ്റോ കാര്യങ്ങളോ പ്ലേയേഴ്സിന് നൽകാത്തത് കൊണ്ട് ഹൈ ഇൻറ്റൻസിറ്റി പെർഫോമൻസ് ചിലപ്പോൾ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരണമെന്നില്ല. അതായത് നമ്മൾ കഴിഞ്ഞ മാച്ച് കണ്ട ആ ഒരു ഇൻറ്റൻസിറ്റിയോ കാര്യങ്ങളോ ഈ ഒരു മാച്ചിൽ വരണമെന്നില്ല. കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. എന്തായിരിക്കും റിയാലിറ്റി എന്നൊക്കെ മാച്ച് കണ്ട് തന്നെ അറിയാം. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഷെസ്നി ഉണ്ടാകത്തില്ല. കാരണം ഈ ഒരു സൂപ്പർ കപ്പിൽ പ്ലെയർ റെഡ് കാർഡ് വാങ്ങിയതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് കോപ്പ ഡെൽ റേ മാച്ചിലുണ്ടാവും. കാരണം ഈ ഒരു ടൂർണമെൻറ്റൊക്കെ നടത്തുന്നത് RFEF ആണ്. അതുകൊണ്ട് RFEFൻ്റെ അണ്ടറിലായതുകൊണ്ട് ആ ഒരു റെഡ് കാർഡിൻ്റെ ഇമ്പാക്റ്റ് ഈ ഒരു മാച്ചിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത്. സോ ഷെസ്നിക്ക് ഈ ഒരു മാച്ചിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഷെസ്നിയുടെ പകരക്കാരനായിട്ട് ആസ്ട്രലാഗ് ആയിരിക്കും വരിക. ഇനി ഈ ഒരു മാച്ചിൽ നമ്മുടെ ഇനാക്കി പിന്നെ റൈറ്റ് ടൈമിൽ വന്നിട്ടില്ല. അതായത് നമ്മുടെ ഫ്ലിക്ക് വെച്ചിരിക്കുന്ന ടൈം പീരീഡിനുള്ളിൽ മീറ്റിങ്ങിലൊന്നും വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആസ്ട്രലാഗ് സ്റ്റാർട്ടിംഗ് ലെവലിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. ഇനി പറയാനുള്ളത് റൊണാൾഡോ അറോഹോയെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ സൂപ്പർ കപ്പ് ഫൈനലിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയറായിരുന്നു റൊണാൾഡോ അറോഹോ. ആ ഒരു മാച്ചിലെ പ്രകടനമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ ചേഞ്ചസ് വരുത്തുമെന്നായിരുന്നു. ബട്ട് റീസെൻറ്റ് റിപ്പോർട്ട്സൊക്കെ പറയുന്നത് പ്ലെയറിൻ്റെ ഡിസിഷനിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അദ്ദേഹത്തിന് ക്ലബ്ബ് വിട്ട് പോകണം എന്ന് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുമാത്രമല്ല ഇനീഗോയുടെ ആ ഒരു ഇഞ്ചുറി അദ്ദേഹം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനൊക്കെ പറ്റുമെങ്കിലും അദ്ദേഹത്തിന് അത് പോരാ എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ക്ലബ്ബ് വിട്ട് പോവുക എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു സൂപ്പർ കപ്പ് ഫൈനൽ ടൈമിൽ ലെവൻഡോസ്കി ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലെവൻഡോസ്കി പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സീസൺ എൻഡ് വരെ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ക്ലബ്ബ് വിട്ട് പോകണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അറോഹോ അതിന് ഒരു പ്രോപ്പർ റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിക്കവാറും അറോഹോ നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ക്ലബ്ബ് വിട്ട് പോകാനുള്ള ചാൻസാണ് കാണുന്നത്. ഇപ്പോൾ ഇനീഗോ ഇഞ്ചേർഡ് ആയതുകൊണ്ട് ആ ഒരു സ്ലോട്ട് യൂസ് ചെയ്യാമെന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും അറോഹോ അത് സെലക്ട് ചെയ്യാൻ തോന്നുന്നില്ല. പകരം ക്ലബ്ബ് വിട്ട് പോവുക എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും പ്ലെയർ ഉണ്ടാവുക. അപ്പോൾ ഈ ഇനീഗോ ഇഞ്ചേർഡ് ആയതുകൊണ്ടും അറോഹോ ക്ലബ്ബ് വിട്ട് പോയി കഴിഞ്ഞാൽ ആരായിരിക്കും ആ ഒരു സ്ലോട്ടിലേക്ക് വരിക എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. എന്തായാലും നമ്മുടെ ബോർഡ് അറോഹയുടെ എക്സിറ്റിന് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പക്ഷേ അറോഹവും അതേപോലെ തന്നെ യുവൻറ്റസും അത്യാവശ്യം നല്ലൊരു പുഷ് കൊടുക്കുകയാണെങ്കിൽ ബാസ ഏകദേശം 50 to 70 മില്യൺ യൂറോസിൻ്റെ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്താൻ റെഡിയാകുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോക്കെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.